കടയ്ക്ക് തീയിട്ട സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലം മടത്തറയിൽ ശിവൻമുഖ സ്വദേശി പ്രഫുല ചന്ദ്രൻ നായരുടെ ഷോപ്പിനോട് ചേർന്ന് കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ തീയിട്ടത്. ഇതിനെ തുടർന്ന് കടയിലേക്ക് തീപിടിക്കുകയായിരുന്നു. തുടർന്ന് കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ തീപിടിക്കുകയും പകുതിയിലേറെ സാധനങ്ങൾ തീപിടുത്തത്തിൽ നശിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് കടയുടമ കടയടച്ച് വീട്ടിൽ പോയ ശേഷമാണ് കടയിൽ തീ എത്തുന്ന വിവരം നാട്ടുകാർ ഉടമയെ അറിയിച്ചത്. സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഞാൻ. ഇന്നലെ രാത്രി 10 മണിക്ക് ഞാൻ കടയടച്ച് വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടുന്ന് നമ്മുടെ ജ്യേഷ്ഠൻ വിളിച്ച് പറഞ്ഞു, എടാ പെട്ടെന്ന് വേടാ, നിൻ്റെ കട കത്തുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഓടി ഞാൻ പിള്ളേരെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് കട മൊത്തം കത്തിക്കൊണ്ടിരിക്കുക. ഞാനും ആ ചേട്ടൻ്റെ മോനും മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ തൊട്ടടുത്ത പള്ളിയിൽ നിന്നുള്ള ഉസ്താദക്കന്മാരും ഇവിടെ പ്ലാന്റിൽ നിന്നുള്ള ഡ്രൈവർമാരും എല്ലാവരും കൂടെ വന്ന് വെള്ളമൊക്കെ മുകളിലൊക്കെ വീട്ടിൽ നിന്ന് ഈ പ്ലാന്റിൽ നിന്ന് ഇവിടെയൊക്കെ അവിടുത്തെ ഡ്രൈവർമാരെല്ലാവരും കൂടെ വന്ന് ഈ തീ എത്രയും കൂടെ ആണെങ്കിൽ അതിനിടയ്ക്ക് തന്നെ തീ മൊത്തം അങ്ങ് വ്യാപകമായി പിടിച്ചു. ഈ ബേക്കറി സാധനങ്ങൾ ഒരു 1500 രൂപയുടെ ബേക്കറി സാധനങ്ങൾ എൻ്റെ ഒരു 200 രൂപ 2000 രൂപയുടെ ബക്കറ്റ്, ഒരു 2 ടാർപ്പ, 6000 രൂപ വരെയുള്ള 2 ടാർപ്പ അത്രയും കത്തില്ല. ഇത് ആ സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉപജീവന മാർഗം തന്നെ മുടങ്ങുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് വന്നത്. പെട്ടെന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്ന് അവർ കണ്ടിട്ട് പറഞ്ഞു രാവിലെ സ്റ്റേഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത് രാവിലെ സ്റ്റേഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത് വന്നിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വീട്ടിൽ ഈ കത്തിച്ച പ്രതി ഇവിടുത്തെ CCTV കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടെന്ന് ഇതിൻ്റെ ഉടമ നമ്മളെ പറഞ്ഞു തന്നു. അപ്പോൾ പോലീസുകാരുടെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ആളാണ്, ഈ ദേവൻ എന്ന് പറഞ്ഞ വാസുദേവൻ എന്ന് പറയുന്ന ദേവൻ എന്ന് പറഞ്ഞ ആളാണ് ഈ തീ കത്തിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് ഉടമയും നാട്ടുകാരും കൂടി ചേർന്ന് തക്ക സമയത്ത് തീയണച്ചതുകൊണ്ട് കൂടുതൽ നാശനഷ്ടമുണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച ചട്ടതിട്ട് നെറ്റടിച്ചിരിക്കുന്ന കടയുടെ പുറത്ത് ടാർപ്പ ഇട്ടിരിക്കുന്നതിന് തീ കൊടുത്തിരുന്നു. തീ പ്രദേശവാസികൾ കണ്ടതിനാൽ തീ അണയ്ക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇന്നലെ രാത്രിയും തീ ഇതുപോലെ ഇട്ടു. അത് ഒത്തിരി ബേക്കറി സാധനങ്ങളും മറ്റു ടാർപ്പ, ബേക്കറി സാധനങ്ങൾ, പിന്നെ 16,000 രൂപയിലുള്ള മറ്റു സാധനങ്ങളെല്ലാം കത്തി നശിച്ചു. പ്രദേശത്ത് ഒരാഴ്ചയോളം ഒരു പ്രശ്നം ഇങ്ങനെ സൃഷ്ടിക്കുന്നുണ്ട്. മോഷണവും മറ്റുമായിട്ട് ഒരാളിവിടെ ഉണ്ടെന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽ പോലീസ് പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും പെട്രോളിംഗ് വലിയ ശക്തമാക്കിയിട്ടില്ല. ഇതിപ്പം നാശനഷ്ടം ഒരുപാടുണ്ടായിട്ടുണ്ട്. ആയതിനാൽ പോലീസിൻ്റെ പെട്രോളിംഗ് ശക്തമാക്കാനുള്ള ഒരു അഭിപ്രായമുണ്ട്. കൂടാതെ പിന്നെ ഇവിടുത്തെ CC ക്യാമറ പരിശോധിച്ചപ്പോൾ പിന്നെ സംശയാസ്പദമായി ഒരാളിങ്ങനെ നടന്നു പോകുന്നത് കണ്ട് അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ പുള്ളി ആ സ്റ്റേഷനിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഏതായാലും പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് ഒരു നാട്ടുകാരെന്ന നിലയിൽ ഒരു അഭിപ്രായമുണ്ട്. സംഭവത്തിൽ ചിതറ പോലീസിൽ ഉടമ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. കടയുടമയിൽ നിന്നും സാധനങ്ങൾ കടം വാങ്ങിയ പൈസ ചോദിച്ചതിനുള്ള വിരോധമാണ് കടയ്ക്ക് തീയിട്ടതെന്നും പരാതിയുണ്ട്. CCTV ദൃശ്യം പരിശോധിച്ചതിൽ ഉടമ പറഞ്ഞ ശിവൻമുഖ സ്വദേശി സംഭവം നടക്കുന്ന സമയത്ത് കടയുടെ സമീപത്ത് വന്നു പോകുന്നതും കാണാം. ഇയാൾ അവിടെ നിൽക്കുമ്പോഴാണ് തീപിടുത്തമുണ്ടായതെന്നും CCTV ദൃശ്യങ്ങൾ വ്യക്തമായ സാഹചര്യത്തിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം.
ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.